ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ KKM സംഘടിപ്പിക്കുന്ന റമദാൻ ക്വിസ് പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഈ ഒരു അവസരത്തിൽ റമദാൻ നമ്മെ ശീലിപ്പിച്ച സമയനിഷ്ഠ എന്ന വിഷയത്തിൽ ഇതാണ് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ നഷ്ടത്തിൽ, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സത്യം ചെയ്ത്, കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുക. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നു, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറഹ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ തൊട്ട് അധിക മനുഷ്യരും വഞ്ചിതരായി പോകുന്നുണ്ട്. അധിക മനുഷ്യരും അതിനെ പരിഗണിക്കാതെയാണ് കടന്നു പോകുന്നത് എന്നർത്ഥം. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് അവന്റെ സമയമാണ്, ഒഴിവ് സമയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനമുണ്ട്, നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബ്തു ശംസുഹു. സൂര്യൻ അസ്തമിച്ചു പോകുന്ന ദിനങ്ങളിൽ ഞാൻ ഖേദിച്ചിട്ടുള്ള ഒരു ദിനം എന്ന് പറയുന്നത് ഏതാണ്? നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. എന്റെ ആയുസ് കുറഞ്ഞു പോവുകയും എന്നാൽ എന്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ കൂടുതലായിട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തെ പറ്റി മാത്രമാണ് ഞാൻ ഖേദിച്ചിട്ടുള്ളത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, രണ്ട് വമ്പിച്ച നഷ്ടങ്ങളെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇളാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത്. അത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് ശൈഖുൽ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹി പറയുകയാണ്, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഇബ്ന ആദം, ഏ മനുഷ്യപുത്ര, ഇന്നമാ അൻത അയ്യാം, നീ ദിവസങ്ങൾ മാത്രമാണ്, നിനക്ക് വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിനങ്ങളോടെ കഴിഞ്ഞു പോകുമ്പോ കുല്ലമാ ദഹബ യൗമുൻ ബഅദു കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദു. നിന്നിൽ നിന്ന് ഒരു ദിനം നഷ്ടപ്പെട്ടു പോകുമ്പോ നിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നീ ചിന്തിക്കണം എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുകയാണ്. സഹോദരങ്ങളെ, ഈ റമദാനിലൂടെ നമ്മൾ സമയം കൃത്യമായി വിനിയോഗിക്കാൻ സമയനിഷ്ഠ നമ്മൾ പാലിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. ഈ റമദാനിലെ ഓരോ ദിനത്തെ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് സഹറിന്റെ സമയം, ആ സഹറിന്റെ സമയത്ത് നമ്മൾ എണീക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, സഹറിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ട് ആ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എണീക്കുന്നു, കൃത്യമായിട്ട് നമ്മൾ എണീക്കുന്നു. എല്ലാ ദിവസവും, റമദാന്റെ എല്ലാ ദിവസവും ആ ഒരു സമയത്തെ പാലിക്കുവാൻ, അത് കൃത്യമാക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിജയിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ആ അത്താഴത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ എല്ലാ നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുവാൻ നമ്മൾ അതിന് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്, ജാഗ്രത കാണിച്ചിട്ടുണ്ട്. ഓരോന്നും വക്തിന് നിർവഹിക്കുവാൻ എല്ലാ കർമ്മങ്ങളും, ഇസ്ലാമിലെ കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി സമയബന്ധിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. റമദാനിലെ നോമ്പ് ആ റമദാൻ മാസത്തിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. കൃത്യമായ ഒരു മാസമാണ് അതിനുള്ളത്. അതേപോലെ തന്നെ നമസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞെന്താ, കിതാബം മൗഖൂത, അത് സമയബന്ധിതമായി നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റമദാനിലൂടെ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കുവാനും അതിന്റെ കൃത്യസമയം പാലിക്കുവാൻ നമ്മൾ പഠിക്കുന്നു. ഓരോ ജമാഅത്ത് നമസ്കാരവും അതിന്റെ കൃത്യസമയത്ത് നമ്മൾ നിർവഹിക്കുന്നു. ഇനി നോക്ക്, ഇഫ്താറിന്റെ സമയം എടുത്തു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, എന്റെ ഉമ്മത്ത് ഖൈറിലായിക്കൊണ്ടേയിരിക്കും അവർ ഇഫ്താറിന് ധൃതി കൂട്ടുന്ന കാലത്തോളം. അപ്പോ ആ കൃത്യമായ സമയത്ത്, മഗ്രിബിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്ന അതേ സമയം തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നു. എല്ലാത്തിനും കൃത്യമായ ഒരു സമയം.
അങ്ങനെ റമദാനിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളിലും കൃത്യത പാലിച്ചുകൊണ്ട്, ആരാധനാ കർമ്മങ്ങളിൽ കൃത്യത പാലിച്ചുകൊണ്ട്, ഖുർആൻ പാരായണത്തിന് നമ്മൾ ആ സമയം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു പോന്നു. ഈ ഒരു സമയം ഇനിയും നമ്മൾ ഈ ഒരു കൃത്യത, സമയത്തെ കൃത്യമായി പാലിക്കുക എന്നുള്ള ഒരു സ്വഭാവം റമദാൻ നമ്മെ പരിശീലിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ സമയത്തെ ഇനിയും ഒരു 11 മാസക്കാലത്തേക്കുള്ള ഊർജമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ആ ഒരു ഊർജം സ്വീകരിച്ചുകൊണ്ട് ഇനിയുള്ള 11 മാസക്കാലവും സമയബന്ധിതമായി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ദുനിയാവിലും നമുക്ക് വിജയത്തിന് കാരണമാണ്, പരലോകത്തിലും വിജയത്തിന് കാരണമാണ്. കൂടുതലായിട്ട് ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ധാരാളം പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് സമയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സൂറത്ത് റഅദിലെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു തആല ഒരു ജനതയെ മാറ്റുകയില്ല അവർ സ്വയം മാറാതെ. ഇതാണ് ഇതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ഈ പരിശീലന കളരിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശീലിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, സമയനിഷ്ഠയും ആരാധന കർമ്മവും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ഒക്കെ നമ്മൾ സ്വയം മാറാതെ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. നമ്മൾ ഒരു മാസക്കാലം ശീലിച്ചു, ഇനിയുള്ള മാസങ്ങളിലും അത് തുടർത്തണമെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്, അതിന് പ്രയത്നിക്കേണ്ടതുണ്ട്. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല സൂറത്ത് യൂനിസിലെ 49-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ, ഓരോ സമുദായത്തിനും സമയമുണ്ട്. ഇദാ ജാഅ അജലുഹും, അവരുടെ സമയം വന്നെത്തി കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവരെ മുന്തിക്കുകയോ അല്ലെങ്കിൽ പിന്തിക്കുകയോ ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ റൂഹ് എടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ചോദ്യം, അല്ലാഹു തആല ഒരു ജനതയെയും മാറ്റുകയില്ല അവർ സ്വയം മാറാതെ എന്ന് പറയുന്ന ആ ഭാഗം ഏത് സൂറത്തിലെ എത്രാമത്തെ ആയത്താണ്? جدد حياة القلب بالقرآن كي تطمئن الروح بالإيمان واتلوه بالآناء واستمطر به فيض الرضا وسحائب الغفران.